നമസ്കാരം, ഞാൻ ഡോക്ടർ തുഷാർ ടി കെ. നമ്മുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെടുന്ന ചില മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. നമ്മളിതിനെ സാധാരണയായിട്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കും. അപ്പം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും വിശ്വസിച്ചൊന്നും വരില്ല. എന്നാൽ നമുക്കറിയാം, ഇന്നത്തെ യുവതലമുറ അവരുടെ ശരീരഘടനയ്ക്കും ആകൃതിക്കും വളരെ പ്രാധാന്യം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തെക്കാൾ യഥാർത്ഥത്തിൽ സൗന്ദര്യവും ആകൃതിയുമാണ് വേണ്ടത് എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ഭക്ഷണക്രമത്തെ താളം തെറ്റിക്കുന്നത്. ഇങ്ങനെ ഭാരം കുറയ്ക്കുവാനുള്ള അമിതമായ ശ്രമം പലപ്പോഴും രോഗങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടും കാണാറുണ്ട്. കോമൺ ആയിട്ട് നമുക്കുണ്ടാവുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന്, അനോറെക്സിയ നെർവോസ എന്ന് പറയും. ഏതാണ്ട് ഒരു 1000 പേരിൽ 4 പേരെങ്കിലും ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ രോഗം. ഇവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം ഇവർ മെലിഞ്ഞുണങ്ങിയ ശരീരമായിരിക്കും. എങ്കിലും അവരുടെ ചിന്ത അവർക്കൊരുപാട് വണ്ണമുണ്ട് എന്നാണ്. അവരുടെ എല്ലും തോലുമായ ശരീരത്തിൽ അല്പമെങ്കിലും മാംസം വെച്ചുപോയാൽ അവർക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആവുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് അവർ സാധാരണയായിട്ട് അല്പം ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ വായിൽ കൈയിട്ട് ഛർദ്ദിക്കുന്ന സ്വഭാവം ഉണ്ടാവും. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ പോഷകങ്ങൾ ലഭിക്കാത്തൊരു രോഗാവസ്ഥയിലേക്ക് ഇവർ മാറാൻ സാധ്യതയുണ്ട്. സാധാരണയായിട്ട് സ്ത്രീകളിലാണ് അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന രോഗം കണ്ടുവരുന്നത്. ഇങ്ങനെ പ്രവർത്തിച്ച് ഇവർ ശരിക്കും ഒരു ഭീകരാവസ്ഥയിൽ തന്നെയായിട്ട് മാറാറുണ്ട്. ഭാവിയിൽ അവർക്ക് ഹൃദ്രോഗം, അതുപോലെ കിഡ്നി, കരളിനൊക്കെ പ്രശ്നങ്ങൾ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതാണ് അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന മാനസികമായിട്ടുള്ള പ്രശ്നം, ഈറ്റിംഗ് ഡിസോർഡർ. രണ്ടാമത്തത് ബുലിമിയ നെർവോസ എന്ന് വിളിക്കും. ഈ രോഗാവസ്ഥയുള്ള ഒരാൾ സാധാരണയായിട്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും അതിനെ തുടർന്ന് തൻ്റെ ആകാര വടിവിനെ ബാധിക്കുമല്ലോ എന്ന ഉത്കണ്ഠ മൂലം, ആങ്സൈറ്റി ഉണ്ടായിട്ട് അവ ഛർദ്ദിച്ച് കളയുക അല്ലെങ്കിൽ വയറിളക്കി കളയുകയൊക്കെ ചെയ്യും. ഇവരുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിയന്ത്രണമില്ലാതെയാണ് ഇവർ ഭക്ഷിക്കുക. പിന്നീട് ഭയവും ആങ്സൈറ്റിയും കടന്നുകൂടി മരുന്ന് കഴിച്ചാണ് പലപ്പോഴും ഇവർ കഴിച്ച ഭക്ഷണം പുറത്തേക്ക് കളയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവർ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്ന കാണാം. അപ്പം ഇങ്ങനെ ആവർത്തിച്ചുള്ള ഛർദിയും വയറിളക്കവും കാരണം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. അതുപോലെ തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും ശാശ്വതമായ തകരാറുകളും, നമ്മുടെ എനർജി നഷ്ടപ്പെടുക, ഇതെല്ലാം സംഭവിക്കാം. ഇതാണ് ബുലിമിയ നെർവോസ എന്ന് പറയുന്നത്. അടുത്ത ഈറ്റിംഗ് ഡിസോർഡർ ബിഞ്ച് ഈറ്റിംഗ് ഒബീസിറ്റി എന്ന് പറയും. ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയും. ഒരാൾ എത്രയും ഭക്ഷണം കഴിക്കാമോ അതിലും കൂടുതലായിട്ട് ആർത്തിയോടെ തിന്നുന്ന രോഗമാണിത്. ഏതാണ്ട് 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ തന്നെ സാധാരണയായിട്ട് ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കുന്നതിലും അധികം ഭക്ഷണം ഇവരകത്താക്കും. യഥാർത്ഥത്തിൽ ഭക്ഷണത്തോടുള്ള നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന രോഗികൾ എത്തിപ്പെടാറുണ്ട്. പലപ്പോഴും തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇവർക്ക് താല്പര്യം. കാരണം മറ്റുള്ളവർ കണ്ടാൽ ഭക്ഷണം കഴിക്കുന്നത് നാണക്കേടാണ് എന്ന് ഇവർ ചിന്തിക്കുന്നത് കാരണമാണ്. ആർത്തിയോടെ കഴിക്കുമെങ്കിലും ഈ സ്വഭാവത്തെക്കുറിച്ച് ഓർത്ത് സ്വയം തന്നെ ഇവരൊരു നിരാശയൊക്കെ തോന്നുന്നൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. മറ്റു ചിലർക്ക് ചില അപ്രതീക്ഷിതമായ ദുരിതങ്ങളോ ദുരന്തങ്ങളോ മൂലമുള്ള മാനസിക സംഘർഷം കാരണം അമിതമായിട്ട് ഭക്ഷണത്തോട് ആർത്തിയും തോന്നാറുണ്ട്. അപ്പം അമിതമായ ആങ്സൈറ്റി, നിരാശ, ഇതൊക്കെ ഇതിലേക്ക് നയിക്കും. അങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാരണം ഇവർ ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് അമിതവണ്ണം, അതുപോലെ ശരീരഭാരം കൂടുതൽ, കൊളസ്ട്രോൾ, ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ വികലമായ പെരുമാറ്റത്തെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള സൈക്കോതെറാപ്പിയിലൂടെയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.